ഇരിക്ക്. അയ്യോ, ഇല്ല. ഇവിടെ ഇരിക്ക്. ഇരിക്ക് നല്ലപോലെ. അവൻ എന്തായാലും പറയും. ഓ ഒന്നും പറയത്തില്ല, അങ്ങനെ നേരി കയറി. എന്തുവാ? 10-27 കൊല്ലമല്ലേ ഈ വീടിനകം ഞാൻ കണ്ടിട്ട്. നീ തൂത്തൊന്നും പറയത്തില്ല. അന്നത്തെ ചെലന്തി വല അതുപോലെ ഇരിക്കുന്നു. ചെലന്തി ഇപ്പഴും പ്ലാൻ ഇല്ലാതാ വല കെട്ടുന്നത്. എന്ത് അവൻ മിണ്ടത്തില്ലായിരിക്കും. മിണ്ടൊക്കെ ചെയ്യും. അണ്ണ സമാധാനമായിട്ടിരിക്കും. അപ്പച്ചി എന്തിയേ? അമ്മ അവിടെ നിന്ന് നാമം ജപിക്കുന്നു. ഇന്ന് അങ്ങോട്ട് കേട്ടതേ ഇല്ലല്ലോ. നാമം ജപിക്കുവാന്നോ ചവയ്ക്കുവാന്നോ അറിയത്തില്ല. അവിടെ നിന്ന് ചൊല്ലുന്നുണ്ട് അവിടെ ഇരുന്ന്. ഞാൻ ഓർക്കുകയും ചെയ്തൊന്നും കേട്ടില്ലല്ലോ. അമ്മാവൻ എന്തിയേ? അച്ഛനന്ന് 7:30 ആയപ്പോഴേ തിന്നിട്ട് കിടന്നില്ലേ? ഓ, വയസ്സായപ്പോഴത്തെ കൃത്യനിഷ്ഠതയൊക്കെ തുടങ്ങി. കൃത്യനിഷ്ഠതയല്ല, പിന്നെ ആരെങ്കിലും വേറെ ആരെങ്കിലും കട്ടിലേക്ക് കയറി കിടക്കുമെന്ന് പേടിച്ച് ആടി കയറി കിടക്കുന്ന വൈകിട്ട് തിന്നിട്ട്. അതെന്തോ അങ്ങനത്തെ ശീലം? അച്ഛൻ ഒറ്റയ്ക്കാ കട്ടിലേക്ക് കിടക്കുന്നത്. വേറെ ആരും കിടത്തത്തില്ല. അങ്ങനല്ലായിരുന്നല്ലോ നേരത്തെ. അമ്മ കൂടെ കിടക്കുമായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിന് പോകുന്ന പരിപാടിയുണ്ട്. അമ്മ സൈഡിൽ കിടക്കുമ്പോഴേ അമ്മ എപ്പോഴും എണ്ണിക്കാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ എണ്ണിക്കാൻ വേണ്ടി അമ്മ വാളയാർ ചെക്ക് പോസ്റ്റ് പോലെ എപ്പോഴും ഇങ്ങനെ പൊക്കി കൊടുക്കണം കാലം. അപ്പൊ പറ്റാത്ത വേണം അമ്മ എന്റെ കൂടെ വന്നാ കിടക്കുന്നത്. ശരി. ഭയങ്കര മൂത്രമില്ല അച്ഛൻ. അല്ല, അകത്തതിനുള്ള സൗകര്യം ഇല്ലയോ? ഇല്ല, പിന്നെ പുറത്ത് അച്ചാച്ചന്റെ ബാത്റൂം ഉണ്ടല്ലോ. പുറത്തല്ല അറ്റാച്ച്ഡ് ബാത്റൂം, അകത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല പറഞ്ഞേ, അച്ഛന്റെ ബാത്റൂം പുറത്ത് അവിടെ പോകാന്നാ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാന് 4 വാര നിൽക്കുന്നുണ്ടില്ലേ, അതാ ഞങ്ങളുടെ അച്ചാച്ചന്റെ ബാത്റൂം. ദൈവമേ, ഇരുട്ടത്ത് അങ്ങോട്ടൊക്കെ പോവോ? ഇരുട്ടത്ത് അവിടെ പോയാ ഇരിക്കുന്നത്. ഈ വയസ്സാം കാലത്ത് വല്ല ആവശ്യമുണ്ടോ? പൂച്ച എള്ളുമ്പോ പിടി കിട്ടിക്കോളും. ഇതുകൊണ്ട് അടച്ചോണ്ട് ഓടി വന്നിട്ട് വെച്ചേ എന്താ എന്നെ വവ്വാലടിച്ചടാന്നും പറഞ്ഞോണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോ സ്വന്തം മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയതാ ഇങ്ങനെ. അത് വന്ന് പുറത്തടിച്ചിട്ട് വവ്വാലടിച്ചാന്ന് പറഞ്ഞിട്ട് കിടന്ന് ഭയങ്കര ബഹളം അവിടെ കിടന്നു. എന്താ അമ്മ പോ. ആരോടാ? അവൻ മിണ്ടുമ്പോ ഞാൻ വിളിക്കാം പോ. ആ കപ്പ കിടക്കണ അമ്മ നോക്കുന്നത് കൊണ്ട് അമ്മ പോമേ. അവൻ വിളിക്കുമ്പോ അവൻ മിണ്ടിക്കരിയും വിളിക്കാം. അതിന് അമ്മ വന്നാ മതി. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. എനിക്ക് മനസ്സിലാവും. അമ്മ പോ, കേറി പോ, ഞാൻ വിളിക്കാം. അമ്മായി എന്ന് മേടിച്ച് ഞങ്ങളുടെ അച്ഛനെ വാങ്ങിച്ച അമ്മയെ. അതല്ലെന്ന് തിളങ്ങുന്നല്ല, വജ്രത്തിന്റെ മൂക്കുത്തി കിടക്കുന്നല്ലോ. വജ്രത്തിന്റെ മൂക്കുത്തിയോ? ഞാൻ കണ്ടിങ്ങനെ തിളങ്ങുന്ന. അതെന്താന്നറിയോ, 100 കൂട്ടാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് കാന്താരി ഉടച്ചതേ കയറും. അത് തിന്നിട്ട് കണ്ണിക്കട വെള്ളം വന്ന് മൂക്കിന്റെ തുമ്പത്ത് ഇരിക്കുന്ന ചാടാൻ വേണ്ടി. ഇതുപോലെ ഞങ്ങളുടെ അമ്മ നിസ്സാരക്കാരിയായിരുന്നു. അല്ല, അങ്ങനല്ല. എന്റെ അമ്മ ഇതുപോലെ കാന്താരി ഉണ്ടമുളകും കണ്ട വിടത്തില്ല. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മ വരാണ്ട് പറഞ്ഞത് കൊളസ്ട്രോൾ കാന്താരി ഇന്നാന്നുണ്ടോ. ഞങ്ങളുടെ വാരി കയറ്റി മിനിഞ്ഞാന്ന് രാത്രിയില്ല. എന്റെ പൊന്നു കൊച്ചേ, ഞാൻ കിടന്നുറങ്ങുക. അമ്മ കട്ടിലേക്ക് കിടന്നുറങ്ങുക. ഞാൻ വിചാരിച്ച എന്റെ വീട് ആരണ്ട് അറുത്ത് മാറ്റുമായിരിക്കും. എരിവ് കയറി അമ്മ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ചൂന്ന് വെക്കാതെ എരിവ് കൂടുതലാണെങ്കിലേ കുറച്ച് എണ്ണ എടുത്ത് വായിൽ തേക്കാൻ പറഞ്ഞു. അമ്മ അടുക്കള ചെന്ന് ഒരു തവണ എണ്ണ എടുത്ത് വായിലിട്ട് കുടിച്ചു വെച്ചാൽ എന്നിട്ട് കിടക്കുക. രാത്രിയായപ്പോ ഞാൻ വിചാരിച്ചു ആരുടെ ഈ വെള്ളത്തിൽ കിടന്ന് നടക്കുന്നേ. മഴ പെയ്തില്ല. സംഭവം എന്തുവാ, കട്ടിലേക്ക് കിടന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. 3-4 വട്ടം ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതി കാണിക്കാൻ പറയുമ്പോ പറയാം എന്നെ ആശുപത്രി കൊണ്ടോ എരി കയറുന്നെന്ന് പറഞ്ഞു. എന്നെ പാരാത്രി പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയില്ലയോ. അവിടെ ചെന്ന് ഡോക്ടർ ചോദിച്ചു എന്താ ചേച്ചി കഴിച്ചു പറയാ പറഞ്ഞു. എന്നെ വായിരിക്കും. ഡോക്ടർ പറഞ്ഞു ഗുളിക തട്ടെന്ന് പറഞ്ഞു. അന്നത്രയോന്ന് നേരം വെളുക്കത്തിനും വരെ ഞാൻ അവിടെ ഇരുന്ന് എരിവ് കൂറിക്കൊണ്ട് ഇവരോട് ഉറക്കം വെച്ചു. ഭയങ്കര ശല്യോ, ഭയങ്കര ശല്യം. എന്തായാലും അമ്മാവനെ കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അമ്മാവനോ ഈ നാശത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയതാ ഞങ്ങളുടെ അച്ഛന്. കട്ടിലേക്ക് ഇങ്ങനെ കിടക്കുന്നത് ആരും കിടത്തത്തില്ല. ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നത് ഇങ്ങനെ കിടന്ന് മസിൽ കയറി രാത്രി കിടന്ന് ഭയങ്കര അലക്കം. ഞാൻ ചെന്നൊക്കെ തൊടയിലും മസിൽ കയറി കാലിലും മസിൽ കയറി ഒരുമാതിരി വാളംപുളി ഉടക്കാനിട്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ കിടക്കുക. ഈ കാലിന് അടുക്കത്തില്ല. അമ്മ പറഞ്ഞ മോനെ എന്നെ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ എതിരെ എടുത്തോണ്ട് പോകും. ഒരുമാതിരി കോമ്പസ് പോലിരിക്കുക. വാതിലും കൂടെ ഇറങ്ങത്തില്ല. ഞാൻ പിന്നെ അപ്പുറത്തെ മോഹനെ വിളിച്ചിട്ട് ഞങ്ങളൊരു ഭിത്തി ഇളക്കി കളഞ്ഞിട്ട് ഞങ്ങളുടെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഡോക്ടറെ എന്തുവാണോ ചോദിച്ചു പറഞ്ഞു മസിൽ പിടിക്കാന്ന്. ഡോക്ടർ ഞാൻ MBBS പഠിക്കാൻ അതിൽ കൂടുതൽ മസിൽ പിടിക്കലെന്ന് പറഞ്ഞു. പാരസെറ്റമോളും സെറ്റസിനും കൂട്ടി ഒരു തെറി. എന്നിട്ട് ഒരാഴ്ച അവിടെ കിടന്നു. ഒരാഴ്ച കിടന്ന് മസിലെല്ലാം കളഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ 56,000 രൂപ ബില്ല്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വീണ്ടും അവിടെ കിടന്ന് മസിൽ പിടിക്കുക. ഇത്ര പൈസ എന്തിനാന്ന്, നീര് കളഞ്ഞിന് ഇത്ര പൈസ എന്തിനാന്ന് പറഞ്ഞോണ്ട് ഡോക്ടർ പറഞ്ഞു ഈ വാളംപുളിയെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ അടിച്ചു പറിച്ച് റിസോർട്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നാശോട്ടാക്കുന്ന അച്ഛനും അമ്മയൊക്കെ. വല്ലാത്ത കഷ്ടോ, വല്ലാത്ത കഥകളാട്ടോ ഈ അമ്മായി അമ്മാവനും ഒക്കെ. ഭാരതി എത്തിക്കണ്ടല്ലോ അവനെ വിളിക്കറി. മിണ്ടോ ചെന്നോട് മിണ്ടോ ചോദിച്ചു. കുളിക്കാൻ പോയത് വിഷണ്ണോ വരുന്നുണ്ട്. അങ്ങ് ചിരിച്ചേക്കാദ്യം. എന്നയുടെ കഥ കഴിഞ്ഞോടി. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞോളൂ. ഇച്ചിരി മുന്നേ വന്നായിരുന്നു കേൾക്കായിരുന്നു. എന്തോ വെളിച്ചെണ്ണയുടെ കഥ. വെളിച്ചെണ്ണയുടെ കഥയോ? കണ്ടന്മാരൊക്കെ പറയുന്ന കള്ളക്കഥ കെട്ടിച്ചിരിക്കാൻ ആണല്ലോ നിനക്ക്. നിർബന്ധിക്കണമായിരിക്കും. ഇരിക്കും എന്നാലും ഇരിക്കട്ടോ. നീ ഉണ്ട്. ഞാൻ മിണ്ടുമല്ലോ.
ഞാൻ പിന്നെ അതിനകത്ത് മിണ്ടണ്ട. ഇങ്ങോട്ട് കേട്ടോ. അണ്ണം വിട്ട് അമ്മ ഉണ്ടപ്പം. വീട്ടിലോട്ട് കയറി നിങ്ങളങ്ങ് മിണ്ടാനും മിണ്ടാനും